അപ്പോൾ ഇന്നൊരു അടിപൊളി ഈസി പൈനാപ്പിൾ കേക്കിൻ്റെ റെസിപ്പി നോക്കാം. ശരിക്കും ഡെലീഷ്യസ് ആയിട്ടുള്ള ഈ ഈസി കേക്ക് നമ്മൾ മാലാസിൻ്റെ ഫ്രൂട്ട് ക്രഷ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു മാലാസിൻ്റെ ഫ്രൂട്ട് ക്രഷ്. അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതിന് തന്നെ കുറച്ച് വെളിച്ചെണ്ണയും മാലാസ് ഫ്രൂട്ട് ക്രഷും ഒരു മുട്ടയും ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പഞ്ചസാര ഇവയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. പിന്നെ അതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1.5 സ്പൂണ് തൈരാണ് കേട്ടോ. അതും കൂടി എടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ച് എടുത്തതിന് ശേഷം വെറുതെ നന്നായിട്ട് മിക്സ് ആക്കി എന്നുള്ളത് ഉറപ്പ് വരുത്തുക. പഞ്ചസാര നമ്മൾ എപ്പോഴും നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട് ക്രഷ് നല്ല സ്വീറ്റ് ആയതുകൊണ്ട് പഞ്ചസാര കുറച്ചൊന്ന് നോക്കിയിട്ട് മെല്ലെ മെല്ലെ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ അതിൽ കുറച്ച് ഗോതമ്പ് പൊടി കുറേശ്ശെ ചേർത്തിട്ട് കുറേശ്ശെ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ കേക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ ബാറ്റർ കിട്ടി കഴിയുമ്പോൾ അത് എണ്ണ പുരട്ടി ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിവിടെ ഉണ്ടാക്കുന്നത് സ്റ്റീം കേക്കാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ സ്റ്റീം ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വളരെ ചെറിയ കേക്കായതുകൊണ്ട് ഇതൊരു 15 മിനിറ്റ് 20 മിനിറ്റ് തന്നെ ഇത് റെഡിയായിട്ട് വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ സ്റ്റീം ചെയ്യാൻ വേണ്ടി വെച്ചു. അങ്ങനെ കേക്ക് നമുക്ക് ഇതുപോലെ റെഡിയായി കിട്ടിയപ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടൊരു കേക്കായിരുന്നു. അപ്പോൾ ഇതൊന്ന് മുറിച്ച് വെച്ച് അത് കഴിച്ച് നോക്കിയപ്പോൾ ശരിക്കും അതിനകത്തൊരു പൈനാപ്പിൾ കേക്കിൻ്റെ ഫ്ലേവറും ആ ടേസ്റ്റും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ശരിക്കുള്ള പൈനാപ്പിൾ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രൂട്ട് ക്രഷ് വെച്ചിട്ട് അടിപൊളി പൈനാപ്പിൾ കേക്ക് റെഡിയാക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ പുറത്ത് ഐസിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.